കമൽ ചിത്രമായ സെല്ലുലോയിഡിൻ്റെ ലാംഗ്വേജ് കൺസൾട്ടൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ഏവർക്കും സ്വാഗതം പറയാനായി സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഏറെ ആഹ്ലാദത്തോടെ അഭിമാനത്തോടെ ഇവിടെ നിൽക്കുമ്പോൾ ഈ ഒരു ദിനത്തിൻ്റെ പ്രാധാന്യം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ നാറാണത്ത് ഭ്രാന്തൻ കവിതയുടെ 40 ആണ്ടുകൾ എന്ന പേരിൽ തന്നെ വി മധുസൂദനൻ നായർ എന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയുടെ കവിതാലോകത്തെ ഏറ്റവും സുന്ദരമായി നമ്മൾ തിരിച്ചറിയുന്ന, അതുപോലെ തന്നെ തിരിച്ച് അറിഞ്ഞ് ആവിഷ്കരിക്കുന്ന ഒരു ദിനമായി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാള കവിതകൾ സാധാരണക്കാരുടെ മനസ്സിലേക്ക് തനിമയിലൂടെ നമ്മെല്ലാം ഇന്നും തൊട്ടുകൊണ്ടിരിക്കുന്ന ഒരു കവിയാണ് വി മധുസൂദനൻ നായർ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, വിറ്റില്ല ഞാൻ എൻ്റെ ജന്മം, വിറ്റില്ല ഞാൻ എൻ്റെ ജന്മം, ഒരിത്തിരി കൊറ്റിനു വേണ്ടി ഇന്നാർക്കും വെട്ടിപ്പിടിച്ചില്ല സ്വർഗങ്ങൾ, ആരുടെയും അർത്ഥങ്ങൾ അപഹരിച്ചില്ല. പൊട്ടിപ്പിടയ്ക്കും ഈ മണ്ണിൻ്റെ മാറത്ത് കെട്ടിപ്പിടിച്ചതേയുള്ളൂ, ഉച്ചാരണം പോലും ഇല്ലാത്ത മർത്യന്റെ ഒച്ചയായി മാറിയേയുള്ളൂ. ഉച്ചാരണം പോലും ഇല്ലാത്ത മർത്യന്റെ ഒച്ചയായി മാറിയ ഈ കവിയെ കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പറഞ്ഞത് കുഞ്ചൻ നമ്പ്യാരുടെ ആ ദൗത്യം മലയാളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജനകീയ കവി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ വന്ന് കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി അങ്ങനെ പറയുമ്പോൾ ആ കവിതകൾക്ക് പലതരത്തിലും പുതിയ കാലത്ത് എത്രത്തോളം നമുക്ക് അന്വേഷിച്ചു പോകേണ്ട ആശയ ലോകം കിടപ്പുണ്ട് എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഇവിടെ ഇന്ന് ഈ വലിയ പരിപാടിയിൽ മുല്ലനേഴിയുടെ ഓർമ്മ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിനത്തിൽ അതേ വഴിയിൽ തന്നെ കവിതയുടെ സൂക്ഷ്മഭാവങ്ങൾ പടർത്തി മലയാള മനസ്സുകളെ ചേർത്ത് പിടിച്ച മറ്റൊരു കവി വി മധുസൂദനൻ നായർ എന്ന പ്രിയങ്കരനായ കവി, അദ്ദേഹത്തിൻ്റെ കവിതാലോകം നമുക്ക് മുന്നിൽ ഒന്ന് തുറന്നിടുമ്പോൾ അതേ വഴിയിൽ നമുക്കെല്ലാവർക്കും എന്നും കൂട്ടായി നിൽക്കുന്ന കെ വി രാമകൃഷ്ണൻ മാഷ് എന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ മലയാള സാഹിത്യരംഗത്ത് വിവർത്തനങ്ങളിലൂടെയും കവിതകളിലൂടെയും അതുപോലെ അധ്യാപനത്തിലൂടെയും പത്രപ്രവർത്തനത്തിലൂടെയും തന്നെ ഏറ്റവും സുന്ദരമായി അടയാളപ്പെടുത്തിയിട്ടുള്ള, ഇന്നും അത് നിസ്തന്ത്രം തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കെ വി രാമകൃഷ്ണൻ മാഷാണ് ഉദ്ഘാടകനായിട്ട് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, നവതിയുടെ നിറവിൽ അവിരാമം മാഷ് എന്നൊരു പരിപാടി നമ്മൾ ഇതിന് തൊട്ടു മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. അവിരാമം എന്ന ആ വാക്ക് തന്നെ കവികൾക്ക് ഒരിക്കലും വിരാമമില്ല എന്ന വലിയ ഒരു തിരിച്ചറിവ് നമുക്ക് തരുന്നുണ്ട്. കെ വി രാമകൃഷ്ണൻ മാഷ് അക്ഷരവിദ്യ എന്താണെന്ന് നമുക്ക് സൂക്ഷ്മമായി പറഞ്ഞു തന്ന വിവിധങ്ങളായ കൃതികളിലൂടെ നമ്മെ ഇന്നും അങ്ങേയറ്റം സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണ കോളേജിലെ മുൻ അധ്യാപകൻ കൂടിയായ ഏറെ ബഹുമാന്യനായ കെ വി രാമകൃഷ്ണൻ മാഷിനെ ഈ പരിപാടിയുടെ ഉദ്ഘാടകനായി കിട്ടിയത് ഏറെ അഭിമാനം, അതുപോലെ ആനന്ദം ഉണ്ടാക്കുന്നു. കെ വി രാമകൃഷ്ണൻ മാഷിനെ ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വി മധുസൂദനൻ നായർ എന്ന കവി 84 എഴുതിയ നാറാണത്ത് ഭ്രാന്തൻ 85 അദ്ദേഹം പൊതുവേദിയിൽ ചൊല്ലിത്തുടങ്ങിയത്. കുഞ്ചുപിള്ള പുരസ്കാരം നൽകുന്ന തിരുവനന്തപുരത്തെ വേദിയിലെ കവിയരങ്ങിൽ വി മധുസൂദനൻ നായർ ചൊല്ലിയ നാറാണത്ത് ഭ്രാന്തൻ 2025 ഇന്നേ ദിവസവും മലയാളികൾ ഏറ്റുചൊല്ലുന്നു എന്നത് ആ കവിതയുടെ ഏറ്റവും വലിയ പെരുമയായി നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. മധുസൂദനൻ നായർ കവിതകൾ ശില്പവശാൽ കേരളീയമാണ്, ഉള്ളിലെ സഞ്ചിത സംസ്കാരവശാൽ ഭാരതീയമാണ്.
ആത്യന്തികമായി അവ മാനവികമാണ് എന്ന് ആദ്യ പുസ്തകത്തിന് അവതാരിക കുറിച്ചുകൊണ്ട് മലയാളത്തിൻ്റെ പ്രിയ കവി ONV സാർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഓരോ ശിശുരോദനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടീശ്വര വിലാപം. കാസയിലെ കുരുന്നുകൾക്ക് ഐകദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മലയാളക്കര എഴുതി വെച്ചത് ഈ വരികളാണ്. അതുകൊണ്ട് തന്നെ എത്രയോ കവിതകൾ വീണ്ടും പുതുകാലത്ത് നമ്മളൊന്ന് തൊട്ട് നോക്കി പോകുമ്പോൾ ചുങ്കം കൊടുത്തും ചിതം പറഞ്ഞും വെളിച്ചങ്കത്തിനാളു കൂട്ടുന്നു, വായില്ലാക്കുന്നിലെ പാപത്തിനായി പങ്കുവാങ്ങി പകുത്തെടുക്കുന്നു എന്നെഴുതുമ്പോൾ കവിത എത്ര കാലികമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്. ഒരു കവിതയുടെ കാര്യമല്ല, ഭാരതീയം വായിച്ചാലും നമ്മൾ അറിയുന്നുണ്ട്, ഗാന്ധി വായിക്കുമ്പോഴും നമ്മൾ അറിയുന്നുണ്ട്. മധുസൂദനൻ നായരുടെ കവിതകളിൽ നാറാണത്ത് ഭ്രാന്തൻ, ഗാന്ധർവം, ഗാന്ധി, അച്ഛൻ പിറന്ന വീട്, മൈ സേവിയർ, എൻ്റെ രക്ഷകൻ എന്നിങ്ങനെ കവിതയുടെ ആ ലോകം അങ്ങനെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിരൂപണങ്ങൾ, വിവിധങ്ങളായ പുസ്തകങ്ങൾ, ഇതാണ് എൻ്റെ ലോകം എന്നതുപോലെ തന്നെ രാമായണത്തിൻ്റെ അകം ഒക്കെ ചേർത്തുകൊണ്ട് എഴുതിയിരിക്കുന്ന രചന ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ വി മധുസൂദനൻ നായർ മലയാളത്തിന് തന്നിട്ടുണ്ട്. കൊച്ചുകുട്ടികളുടെ നാവിൽ മലയാള ചന്തമില്ലാതായപ്പോൾ തിരുവനന്തപുരത്ത് മലയാളം പള്ളിക്കൂടം എന്ന വലിയ ഒരു സ്ഥാപനം ആരംഭിച്ചുകൊണ്ട് മലയാളത്തിലെ പ്രിയപ്പെട്ടവരെ ചേർത്ത് ഒരു സേവനം എന്ന നിലയിൽ ഇന്നും ആ ഒരു വലിയ കർമ്മം ചെയ്ത് മലയാളത്തിൻ്റെ നിറവായി നിൽക്കുന്ന കവിയാണ് MT എഴുതിയ ഭാഷാപ്രതിജ്ഞ കേരളത്തിൻ്റെ ഭാഷാപ്രതിജ്ഞയായി സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിച്ചത്. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ വെള്ളമാണ്, എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്, എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് എന്നത് ഇന്ന് കുട്ടികൾ ചൊല്ലുമ്പോൾ എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് എന്ന് കുട്ടികളെ അറിയിക്കുവാൻ അദ്ദേഹം കവിതകളിലൂടെ ചെയ്യുന്ന സേവനം ചെറുതല്ല. അമ്മയുടെ എഴുത്തുകൾ എന്ന കവിതയും നമുക്ക് ആ പാഠം തരുന്നുണ്ട്. അമ്മയുടേതാം എഴുത്തുകളൊക്കെയും അമ്മയായി തന്നെ ഇരിക്കട്ടെ എപ്പോഴും എന്ന് പറയുമ്പോൾ ഇതൊക്കെ മലയാള കവിതയുടെ വഴികളിൽ ആ പഴയ കവിയുടെ പാട്ടുപാരമ്പര്യത്തിൻ്റെ തുടർച്ചയിൽ നിന്നുകൊണ്ട് ശബ്ദാർത്ഥവും സഹിതവും കാവ്യം എന്ന പാഠം മലയാളികളെ തിരിച്ചറിയിക്കുന്ന ഈ കവി വിവിധങ്ങളായ കർമ്മങ്ങൾ, അക്ഷരകർമ്മങ്ങൾക്ക് ഒപ്പം തന്നെ വിശുദ്ധമായ നിരവധി കർമ്മങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യുന്നുണ്ട്. ആ കവിയുടെ നാറാണത്ത് ഭ്രാന്തൻ്റെ 40 ആണ്ട് ചെറിയ ഒരു കാലമല്ല. 40 ആണ്ടിനിപ്പുറവും ഒരു കവിത മലയാള നാവിൽ ഇങ്ങനെ തത്തിക്കളിക്കുമ്പോൾ, ഒരു കവിത എന്നല്ല പല കവിതകളും ഇങ്ങനെ തത്തിക്കളിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈ കവി കാലാതീതമായ അക്ഷര കർമ്മമാണ് ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അദ്ദേഹത്തിൻ്റെ കവിതകൾ അദ്ദേഹത്തിൻ്റെ നാദത്തിൽ കേൾക്കേണ്ടുന്ന ഒരു വേദിയാണ് ഇത് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ കവിയുടെ കവിതകൾ എഴുതിയ സന്ദർഭങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് അറിയാൻ, കവിക്ക് നമ്മളോട് സംവദിക്കാൻ കൂടുതൽ സമയം അദ്ദേഹത്തിനായി തന്നെ കൊടുത്തുകൊണ്ട് പ്രിയപ്പെട്ട കവിയെ, നീ ധാരാളം വായിക്കുക ഉറക്കെ, എഴുതുക പതുക്കെ എന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കവിത എഴുതുന്ന കൗതുകത്തിൽ കൊടുത്ത കവിതകൾ വായിച്ചിട്ട് ആദ്യം എനിക്ക് തന്ന ഉപദേശം, ഈ കവി, എൻ്റെ പ്രിയപ്പെട്ട കവി എനിക്ക് തന്ന ഉപദേശം, നീ ധാരാളം വായിക്കുക ഉറക്കെ, എഴുതുക പതുക്കെ എന്നാണ്. അതൊരു ചെറിയ കാര്യമല്ല. ശ്രീകൃഷ്ണ കോളേജിൽ ഞാൻ അധ്യാപകനായി വരുമ്പോൾ എന്നോട് വേറൊന്നും പറഞ്ഞില്ല, നീ പോകുന്നത് KV രാമകൃഷ്ണൻ മാഷ് പഠിപ്പിച്ചിരുന്ന കലാലയത്തിലാണ്. ആ വാക്കിൽ തന്നെ എല്ലാം ഉണ്ട്. അതൊക്കെയാണ് കവിതയുടെ ആ വലിയ ബന്ധത്തിൽ നിൽക്കുന്ന ഏറ്റവും സൂക്ഷ്മമായ ചില ഓർമ്മപ്പെടുത്തലുകൾ. ആ തിരിച്ചറിവുകൾ എപ്പോഴും മലയാളത്തിന് തന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കവിയെ പ്രൊഫസർ വി മധുസൂദനൻ നായർ സാറിനെ ഏറെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മലയാളത്തിൻ്റെ ചൊൽവഴികളിൽ ഏറെ ശ്രദ്ധേയനായി തന്നെ പുതുകാലത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട അനുജൻ NS സുമേഷ് കൃഷ്ണൻ. അദ്ദേഹം ദേവസ്വം ബോർഡ് ഹൈസ്കൂളിലെ അധ്യാപകനാണ്. മാത്രമല്ല രുദ്രാക്ഷരവും അതുപോലെ നിരവധി പുസ്തകങ്ങൾ, 12ഓളം പുസ്തകങ്ങൾ, പഠനങ്ങളും കവിതകളുമായി മലയാളത്തിന് തന്ന, നമുക്കറിയാം നിരവധി പുരസ്കാരങ്ങൾ ഈ കാലത്ത് തന്നെ നേടിയിട്ടുള്ള ONV പുരസ്കാരം, വൈലോപ്പിള്ളി പുരസ്കാരം ഉൾപ്പെടെ
നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള സുമേഷ് കൃഷ്ണൻ മധുസൂദനൻ നായർ കവിതകളിലാണ് ഗവേഷണം നടത്തുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാവ്യാലാപനത്തിലും ഈ ഒരു കവി പരമ്പരയുടെ തുടർച്ച നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. പ്രിയപ്പെട്ട സുമേഷ് കൃഷ്ണനെ ഈ പരിപാടിയിൽ കവിയോടൊപ്പം തന്നെ സംവദിക്കുന്നതിന് ആയി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മലയാളത്തിലെ പ്രശസ്തനായ കഥാകൃത്തും അതുപോലെ തന്നെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായ നടനും പ്രഭാഷകനുമൊക്കെയായ എം.എൻ. വിനയകുമാർ മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തെ കവിശയ്ക്ക് വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ രംഗാധികാരത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം നമ്മുടെ കവിശിഖയുടെ അംഗങ്ങളാണ്. എല്ലാവരുടെയും പേരുകൾ നേരത്തെ സൂചിപ്പിച്ചു. ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, റിബ പോൾ, ശ്രീനന്ദിനി സജീവ്, രമ്ന വികാസ്, ബില്ല കെ ബാബു ഇവരാണ് പ്രസീഡിയം. അവരെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. മധുമൊഴികൾ നമുക്ക് അവതരിപ്പിച്ച പ്രിയപ്പെട്ടവർ, അവരെ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല ഈ കാവ്യ സംഭാഷണം നടത്തുന്നതിന് വേണ്ടി നിരവധി പേർ മധുസൂദനൻ നായർ കവിതകളെ സൂക്ഷ്മമായി പഠിച്ചുകൊണ്ടുള്ള പ്രബന്ധങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് പുസ്തക രൂപത്തിൽ തന്നെ കാവ്യശിഖ ഏറ്റവും അടുത്ത കാലത്ത് തന്നെ അത് പുറത്തിറക്കുന്നതാണ്. അതിൽ നിന്ന് ചിലർ ഇവിടെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ വിവിധ കലാലയങ്ങളിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ, അധ്യാപകർ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. വാർത്തകൾ അറിഞ്ഞു വന്ന പ്രിയപ്പെട്ട സുമനസ്സുകൾ നിരവധിയുണ്ട്. എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാധ്യമപ്രവർത്തകർ ഈ പരിപാടിയെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്തിക്കുന്നതിന് വളരെയധികം ശ്രദ്ധിച്ചവരാണ്. അവരെ എല്ലാം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മധുസൂദനൻ നായരെ പ്രിയപ്പെട്ട കവിയെ സ്വാഗതം ചെയ്യുമ്പോൾ വാഗർദ്ധാവിവ സംപൃക്തവും വാഗർദ്ധ പ്രതിപത്തയെ ജഗതപിതരോ വന്ദേ പാർവതീ പരമേശ്വരോ എന്ന് കാളിദാസ കവി പറഞ്ഞതുപോലെ കവി ഒറ്റയ്ക്കല്ല ഇവിടെ ഇരിക്കുന്നത്. ഈ മധുസൂദനൻ നായർ നാരായണത്ത് ഭ്രാന്തനിലൂടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടുമ്പോൾ, അച്ഛൻ പിറന്ന വീടിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടുമ്പോൾ, മറ്റു പല കവിതകളിലൂടെയൊക്കെ പുരസ്കാരങ്ങൾ നേടുമ്പോൾ ആ കവിയുടെ വീട്ടിൽ പല കവികളും വന്നു പോകും. പാതിരാത്രിക്ക് വരുന്നവർക്കും അന്നമൊരുക്കി, അതുപോലെ തന്നെ വാക്കുകൾക്ക് കൂട്ടായി നിൽക്കുന്ന പ്രിയപ്പെട്ട സഹധർമ്മിണി ശ്രീമതി മാലതീദേവി ഇവിടെ അദ്ദേഹത്തോടൊപ്പം ഈ വേദിയിൽ തന്നെ ഉണ്ട്. ഒരെഴുത്തുകാരനെന്നും കരുത്തായി നിൽക്കുന്ന ആ കരുത്തുറ്റ സ്ത്രീ കരുത്തിനെ തന്നെ ഈ വേദിയിലേക്ക് ഞാൻ ഏറെ ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കാവ്യശിഖ ഒരു ചെറിയ പന്തമല്ല കൊളുത്തിക്കൊണ്ട് പോകുന്നത്. അത് ഈ നാട്ടിൽ എല്ലായിടത്തും വലിയ കരുത്തായി മാറുന്നുണ്ട്. നമുക്കറിയാം, ഒരു പേര് പോലും പറയേണ്ട കാര്യമില്ല. കാവ്യശിഖ എന്ന് കേൾക്കുമ്പോൾ രാവുണ്ണി മാഷാണ്. രാവു തിന്നുള്ളിലെ കനലടുപ്പിൽ വെച്ച് അക്ഷരങ്ങൾക്ക് തീ ഇങ്ങനെ പിടിപ്പിച്ച് ആളിക്കത്തിക്കുന്ന രാവുണ്ണി മാഷിൻ്റെ സാന്നിധ്യം കാവ്യശിഖയിൽ കെ.വി. രാമകൃഷ്ണൻ മാഷിൻ്റെ ആ ഒരു ദിനത്തിൽ നമ്മൾ അറിയുന്നത് പോലെ മധുസൂദനൻ നായർ സാറിൻ്റെ നാരായണത്ത് ഭ്രാന്തൻ്റെ ഈ ഒരു ദിനത്തിലും അതിൻ്റെ 40 ആണ്ടുകളുടെ ആ ദിനത്തിലും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. കാവ്യശിഖയിൽ നിരവധി പേർ എത്രയോ ദിവസങ്ങളായി ഈ സാഹിത്യ അക്കാദമിയുടെ പരിസരത്തിൽ തന്നെയുണ്ട്. അതാണ് ഈ അക്ഷരങ്ങളായും അതുപോലെ അലങ്കാരങ്ങളായും ഒക്കെ ചുറ്റും കിടക്കുന്നത്. അവരെ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചാക്കോടി അന്തിക്കാട്, നമുക്കറിയാം ഏത് പരിപാടിയും ലോകം മുഴുവൻ കാണുന്നത് ചാക്കോ മാഷിൻ്റെ ഈ ഒരു വലിയ കർമ്മത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓൺലൈനായി പലയിടത്തേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചാക്കോ മാഷിനെ ഔപചാരികതകളൊന്നുമില്ലാതെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് കവിയിൽ നിന്ന് കവിതകൾ, പഴയ ആ കവിതകൾ, അദ്ദേഹം ചൊല്ലി കേൾപ്പിച്ച കവിതകൾ ഒന്നും രണ്ടുമല്ല, ശ്രീനാരായണ ഗുരുദേവ കവിതകൾ, കുമാരനാശാൻ കവിതകൾ, വിശുദ്ധ ഖുർആൻ എന്ന് വേണ്ട നിരവധി കവികളുടെ കവിതകൾ നമുക്ക് തന്ന ആ കവിയാണ് മലയാളത്തിൽ കവിത കേട്ടും എഴുതിയും പാടിയും ചൊല്ലിയും ഒക്കെ പോകാൻ പിൽക്കാലത്ത് കൂടുതൽ കരുത്തായി നമുക്ക് മാറിയത്. ആ പ്രിയപ്പെട്ട കവിയുടെ വാക്കുകൾ ഒക്കെ കേൾക്കുന്നതിനായി ഇവിടെ എത്തിയ എല്ലാ പ്രിയപ്പെട്ടവരെയും ഔപചാരികതകളൊന്നുമില്ലാതെ ഞാൻ കാവ്യശിഖയിലെ ഒരു അംഗം എന്ന നിലയിൽ കാവ്യശിഖയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ വൈകുന്നേരം മുലനേഴി ഫൗണ്ടേഷൻ്റെ വളരെ പ്രൗഢമായ പരിപാടി ഇതേ വേദിയിൽ തന്നെ നടക്കുന്നുണ്ട്. എല്ലാവരും ഈ മുഴുനീള പരിപാടിയിൽ ഇവിടെ ഉണ്ടാകണമെന്ന് വിനീതമായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.